വെൽക്കം മൈ ഡിയേഴ്സ്. നമ്മൾ CBSE 9th ക്ലാസ്സിൻ്റെ ഗണിതമഞ്ജരിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സിലെ പ്രാക്ടീസ് പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി കഴിഞ്ഞു. ഇനി അടുത്തത് സെക്ഷൻ സി. സെക്ഷൻ സിയിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ചെക്ക് വെദർ ദ പോയിൻറ്റ്സ് A2, 3, B, 6, 7, C10, 11 ആർ കൊളീനിയർ. 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 3 പോയിൻറ്റ്സും കൊളീനിയർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. കൊളീനിയർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരേ ലൈനിലെ പോയിൻറ്റ്സ് തന്നെയാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രാക്ടീസ് പേപ്പറിൽ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ഇതിൽ കൊടുത്തിട്ട് പോയിൻറ്റ്സും കൊളീനിയർ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലൈനാണ്. ഇതിൽ എ എന്ന പോയിൻ്റ് ഇവിടെ 2, 3 ആണ്. ബി ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും 6, 7 ആണ്. സി 10, 11 ആണ്. ഈ 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണ്, അതായത് ഒരേ ലൈനിലെ പോയിൻറ്റ്സ് ആണ് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം A to B വരെയുള്ള AB കണ്ടുപിടിക്കും. പിന്നെ BC കണ്ടുപിടിക്കും. പിന്നെ AB + BC നമുക്ക് എന്ത് കിട്ടണ്ടോ നോക്കും. AC അല്ലേ, AB + BC എന്ത് കിട്ടണം? ഇപ്പോൾ AB 5 സെൻറ്റിമീറ്ററും BC 3 സെൻറ്റിമീറ്ററും ആണെങ്കിൽ നമുക്ക് ഈ ലൈൻ്റെ ലെങ്ത്ത് AC-യുടെ ലെങ്ത്ത് എത്രയായിട്ട് കിട്ടണം? 8 ആയിട്ട് കിട്ടണം. അപ്പോഴാണ് നമുക്ക് എയും ബിയും സിയും ഈ സെയിം ലൈനിലെ പോയിൻറ്റ്സ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം ബൈ ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ AB √, ഇതെന്തായിട്ട് എടുക്കാം? x1 y1, ഇത് x2 y2. അപ്പോൾ എന്താ? x2 - x1 ദാറ്റ് ഈസ് 6 - 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദാറ്റ് ഈസ് 7 - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 6 - 2 എന്താ? 4. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് 7 - 3 ഈസ് ഓൾസോ 4. 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 16 + 16 ഈക്വൽ ടു √32. അപ്പോൾ നമുക്ക് എ ബിയുടെ ലെങ്ത്ത് എന്താ കിട്ടിയത്? √32. √32 എന്ന് പറഞ്ഞാൽ എന്താ? 16 × 2 ആണ് √32 അല്ലേ? അപ്പോൾ ഇവിടെ 16ൻ്റെ റൂട്ട് നമുക്കറിയാം എന്താ? 4. ബാക്കി ഇവിടെ റൂട്ട് ഏതാ? റൂട്ടിലുള്ളത് 2. അപ്പോൾ 4√2 ആണ്. ഈ ഒരു 4√2 യൂണിറ്റ്സ് ആണ് എ ബിയുടെ ലെങ്ത്ത്. അടുത്ത ലെങ്ത്ത് BC കണ്ടുപിടിക്കാം. അപ്പോൾ BCയിൽ ഇത് x1 y1 എടുത്താൽ ഇത് x2 y2 എടുത്താൽ BC ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് എന്തായിരിക്കും? x2 - x1 ദാറ്റ് ഈസ് 10 - 6 ഹോൾ സ്ക്വയർ പ്ലസ് 11 - 7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 - 6 എന്താ? 4 സ്ക്വയർ പ്ലസ് 11 - 7 4 തന്നെ. അപ്പോൾ 4 സ്ക്വയർ. അപ്പോൾ സെയിം തന്നെ റൂട്ട് എന്താ? 16 + 16 √32 ഈക്വൽ ടു 4√2 തന്നെ. അപ്പോൾ എ ബിയും ബി സിയും എന്താണ്? സെയിം ആണ്, വിച്ച് മീൻസ് B ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ലൈൻ AC. ഇനി നമുക്ക് എ സിയും കൂടി ചെക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എ ബി സി എന്താ? സെയിം ലൈനിലെ പോയിൻറ്റ്സ് ആണ്, മീൻസ് ദേ ആർ കൊളീനിയർ. ഇനി നമുക്ക് AC കണ്ടുപിടിക്കാം. AC കണ്ടുപിടിക്കാനായിട്ട് എയിലെ കോർഡിനേറ്റ്സ് x1 y1, C എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് x2 y2 ആണെങ്കിൽ AC = √x2 - x1 ദാറ്റ് ഈസ് 10 - 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദാറ്റ് ഈസ് 11 - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 - 2 എന്താ? 8 സ്ക്വയർ പ്ലസ് 11 - 3യും 8 തന്നെ, അതായത് √64 + 64 ഈക്വൽ ടു √128. 128 ഈക്വൽ ടു എന്താ? 32 × 4 അല്ല, 32 × 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 128 കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 32 × 4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 4ൻ്റെ റൂട്ട് നമുക്കറിയാം ഏതാ? 2 അല്ലേ? 32ൻ്റെ റൂട്ട് എന്താണ്? √32 ആണ്. നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചേക്കണേ? 4√2. അപ്പോൾ 2 × √32. ഇവിടെ √32ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 × 4√2. നമ്മൾ എ ബിയും ബി സിയും എന്താണ്? 4√2, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? √32. ഇവിടെ √32ന് പകരം 4√2 കൊടുത്താൽ
ഇതെന്തായിരിക്കും 2 × 4 8 8 റൂട്ട് 2. അപ്പോൾ എ സി എത്ര കിട്ടി? 8 റൂട്ട് 2 കിട്ടി. ഇനി നമുക്ക് എ ബി പ്ലസ് ബി സി 8 റൂട്ട് 2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എ ബി പ്ലസ് ബി സി ഈക്വൽസ് 4 റൂട്ട് 2 പ്ലസ് 4 റൂട്ട് 2 വിച്ച് മീൻസ് എന്താ 4 റൂട്ട് 2 പ്ലസ് 4 റൂട്ട് 2 എന്താ 2 ടൈംസ് 4 റൂട്ട് 2 അല്ലേ? ഇപ്പോൾ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 2 റൂട്ട് എക്സ്. അതുപോലെ 2 × 4 റൂട്ട് 2 ഈക്വൽസ് എന്താ 8 റൂട്ട് 2. ഇതെന്തിന് ഈക്വലാണ്? എ സി ഈക്വൽസ് എ സി. അതായത് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. അതായത് എന്താണ്? വിച്ച് മീൻസ് ഇംപ്ലൈസ് എ ബി ആൻഡ് സി, ദ പോയിൻറ്റ്സ് എ ബി ആൻഡ് സി ആർ എങ്ങനത്തെ പോയിൻറ്റ്സ് ആ? കൊളീനിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ് A12 B52 C55 ഈസ് റൈറ്റ് ആംഗിൾ. എന്താണ് ക്വസ്റ്റ്യൻ? 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എന്തിൻ്റെ? ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൻ്റെ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസ് ആണ് എ ബി സി. ഇനി അതിൻ്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഇതിലേതാണ്, എവിടെയാണ് എ, എവിടെയാണ് ബി, എവിടെയാണ് സി എന്നറിയില്ല. ഇതൊരു റൈറ്റ് ട്രയാങ്കിളിലെ വെർട്ടീസസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ, ട്രൂ ആവുന്നുണ്ടോ നോക്കണം. അതായത് എ ബി എന്ന സൈഡ് കണ്ടുപിടിക്കുക, ബി സി എന്ന സൈഡ് കണ്ടുപിടിക്കുക, എ സി എന്ന സൈഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് പൈതഗോറസ് തിയറം ഇതിൽ എന്താ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് x1 y1 എടുത്തു, ബി x2 y2 എടുത്താൽ എ ബി എന്തായിരിക്കും? x2 മൈനസ് x1 ദാറ്റ് ഈസ് 5 മൈനസ് 1 4 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 എന്താ 2 മൈനസ് 2 ദാറ്റ് ഈസ് 0. അതെന്ത് കിട്ടി? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 4 സ്ക്വയർ എന്താ? ശരിക്കും ഇതൊന്നും ഈ ലെങ്ത് ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുള്ളത്. കാരണം ഈ 2 പോയിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ y കോർഡിനേറ്റ്സ് സെയിം ആണ്. അതായത് ഈ എ ബി എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? y കോർഡിനേറ്റ്. അപ്പോൾ ഇത് എ 1 2 ആണെങ്കിൽ ഇത് ബി എന്താ 5 2 ആണ്. ഇനി ഈ 2 പോയിൻ്റ് നോക്കിയേ, ഈ 2 പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. എക്സ് കോർഡിനേറ്റ് എന്താ 5 ആണ്. y കോർഡിനേറ്റിന് മാത്രമാണ് എന്ത് മാറ്റുള്ളൂ. എക്സ് കോർഡിനേറ്റ് സെയിം ആവണത് എങ്ങനത്തെ ലൈനാണ്? വെർട്ടിക്കൽ ലൈനാണ് അല്ലേ? വെർട്ടിക്കൽ ലൈൻ എന്ന് വെച്ചാൽ എന്താ? പാരലൽ ടു വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനാണ് വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഇത് 5 ഇതെന്തായിരിക്കും? ഇത് 5 ആയിരിക്കും. ഇതായിരിക്കും സി. അപ്പോൾ ഇത് ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കലും ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ത് കിട്ടി? റൈറ്റ് ട്രയാങ്കിളാണ്. വേറെ എ സി ഇസ് ദ ഹൈപ്പോട്ടന്യൂസ്. പക്ഷേ ഇതിങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മളിത് എല്ലാം ലെങ്ത്ത് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് ഓരോന്നിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിച്ച് പൈതഗോറസ് തിയറം വെച്ച് ചെയ്യണം. അപ്പോൾ എ ബി ഈക്വൽ ടു എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഇനി ബി സി ഈക്വൽ ടു എന്ത് കിട്ടും? ബി സി ഇത് x1 y1 ഇത് x2 y2 എടുത്താൽ x2 മൈനസ് x1 എന്താ 0. അടുത്തത് y2 മൈനസ് y1 5 മൈനസ് 2 അതായത് എന്താ 3 സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് 3 സ്ക്വയർ എന്താ 3, അതായത് റൂട്ട് 9 ഈക്വൽ ടു എന്ത് 3 കിട്ടി. ഇനി നമുക്ക് എ സി കണ്ടുപിടിക്കാം. എ സി ഈക്വൽ ടു എന്താ? ഇത് x1 y1 സിയുടെ കോർഡിനേറ്റ് x2 y2 ആണെങ്കിൽ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 5 മൈനസ് 1 x2 മൈനസ് x1 എന്താ 5 മൈനസ് 1 5 മൈനസ് 1 എന്താ 4 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 5 മൈനസ് 2 ദാറ്റ് ഈസ് 3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 16 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽസ് എന്താ 5. അപ്പോൾ എ സിയുടെ ലെങ്ത്ത് കിട്ടി, എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, അപ്പോൾ ഏറ്റവും വലിയ എപ്പോഴും ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് എന്തായിരിക്കും? അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരെണ്ണം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരെണ്ണം 4 സെൻറ്റിമീറ്റർ, ഒരെണ്ണം 5 സെൻറ്റിമീറ്റർ. അപ്പോൾ വിച്ച് വൺ ഈസ് ദ ഹൈപ്പോട്ടിന്യൂസ്? എ സി അല്ലേ? ഏറ്റവും വലിയ സൈഡ് ഹൈപ്പോട്ടിന്യൂസും ബാക്കി 2 സൈഡും പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിരിക്കും.
അപ്പോൾ ഇവിടെ ഇതായിരിക്കും 5, ഇത് 3, ഇത് 4. ഇനി നമുക്ക് പൈതഗോറസ് ഇത് വെച്ചിട്ട് എന്ത് പറയാം? AC² ഈക്വൽസ് എന്താ? 25. ഇനി BC² പ്ലസ് AB² ഈക്വൽസ് എന്താ? BC എന്താ? 3² പ്ലസ് 4² ഈക്വൽ ടു 9 പ്ലസ് 16 ഈക്വൽസ് എന്താ? 25. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എന്താ നമുക്ക് എങ്ങനെ എഴുതാം? AC² ഈക്വൽ ടു AB² പ്ലസ് BC², വിച്ച് മീൻസ് എന്താ? ഇത് അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ABC ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ. ABC ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല എളുപ്പമായിരിക്കും. കാരണം പുതിയ ടെക്സ്റ്റാണ്, പുതിയ സിലബസാണ്, എങ്ങനത്തെ പ്രോബ്ലംസാണ് വരാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടീസ് പേപ്പേഴ്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു ഐഡിയാസ് കിട്ടും നമുക്ക് എങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് A -2 4 B 610 and verify that the midpoint divides the line segment equally. മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. അതിന് ശേഷം മിഡ് പോയിൻറ്റിൽ നിന്ന് ഈ A എന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസും മിഡ് പോയിൻറ്റിൽ നിന്ന് B എന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വലാണെന്ന് കാണിച്ചാൽ മതി. A x1 y1 B x2 y2 ആണെങ്കിൽ മിഡ് പോയിൻ്റ് എന്തായിരിക്കും? മിഡ് പോയിൻ്റ് ഓഫ് AB ഈക്വൽ ടു എന്താ? x1 പ്ലസ് x2 ബൈ 2ഉം y1 പ്ലസ് y2 ബൈ 2 ആയിരിക്കും മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? -2 പ്ലസ് 6 ബൈ 2, -2 പ്ലസ് 6 ബൈ 2 ആൻഡ് y1 പ്ലസ് y2 ഇസ് 4 പ്ലസ് 10 ബൈ 2. -2 പ്ലസ് 6 എന്താ? 4 ബൈ 2 എന്താ? 2. ഇനി 10 പ്ലസ് 4 14 ബൈ 2 7. അപ്പോൾ 27 ആണ് മിഡ് പോയിൻ്റ് കിട്ടിയത്. മനസ്സിലായല്ലോ? ഇനി നമുക്കിത് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് A മിഡ് പോയിൻറ്റിനെ നമുക്ക് M എന്ന് എടുക്കാം. ഈ എമ്മിൻ്റെ കോർഡിനേറ്റ് 27. അപ്പോൾ A ടു M വരെയുള്ള ഡിസ്റ്റൻസും B ടു M വരെയുള്ള ഡിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് AMൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ A x1 y1 M എന്തായിട്ട് എടുക്കാം? x2 y2 എടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 അതായത് 2 മൈനസ് -2 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 7 മൈനസ് 4 ഓൾ സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് -2 എന്താ? 2 പ്ലസ് 2. 2 പ്ലസ് 2 ഈസ് 4 സ്ക്വയർ ഈസ് 16. 7 മൈനസ് 4 3 സ്ക്വയർ ഈസ് 9. അപ്പോൾ 16 പ്ലസ് 9 ഈക്വൽ ടു 25. റൂട്ട് 25 ഈക്വൽ ടു 5. അപ്പോൾ ഇത് എത്ര കിട്ടി? ഇത് 5 യൂണിറ്റാണ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? BM ഓർ MB കണ്ടുപിടിക്കണം. MB ഈക്വൽ ടു ബിയുടെ ഇത് x1 y1 ആയിട്ട് എടുക്കുക. M x2 y2 ആണെങ്കിൽ ഇതെന്തായിരിക്കും? x2 മൈനസ് x1 ദാറ്റ് ഈസ് 2 മൈനസ് 6 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 7 മൈനസ് 10 ഓൾ സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് 6 എന്താ? മൈനസ് 4 സ്ക്വയർ 7 മൈനസ് 10 മൈനസ് 3 സ്ക്വയർ. ഇത് നിങ്ങൾ തിരിച്ചു എടുക്കാം കേട്ടോ. ഇത് x1 y1 ഇത് x2 y2 ആയിട്ട് എടുക്കാം. അതൊന്നും ഒരു പ്രശ്നമല്ല. എപ്പോഴും x1 y1 x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ എന്ന് തന്നെ എഴുതണം. അല്ലാണ്ട് y1 മൈനസ് ഒരു സ്ഥലത്ത് y1 മൈനസ് y2 ഇപ്പുറത്ത് x2 മൈനസ് x1 അങ്ങനെ തിരിച്ചും മറിച്ച് എഴുതരുത്. ഓർഡർ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? റൂട്ട് 16 പ്ലസ് 9 ഈക്വൽസ് എന്താ? റൂട്ട് 25 വിച്ച് ഈസ് 5. അപ്പോൾ എന്ത് കിട്ടി? AM-ഉം BM-ഉം ഓർ MB-യും എന്താണ്? ഈക്വൽ. എന്താ എഴുതണ്ട? ലെറ്റ് M be the മിഡ് പോയിൻ്റ്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം A ടു M ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം M ടു B. ദ മിഡ് പോയിൻ്റ് M ഡിവൈഡ്സ് AB ഈക്വലി. ഹെൻസ് വെരിഫൈഡ്. ഇതാണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. AB എന്ന ലൈൻ സെഗ്മെൻറ്റിനെ M എന്ന മിഡ് പോയിൻ്റ് ഈക്വലി ആണോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ
എ എമ്മും 5 ബി എമ്മും 5 കിട്ടി. അതുകൊണ്ട് എം ഈസ് ദ മിഡ് പോയിൻറ്റ്. സെക്ഷൻ ഡിയിൽ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യന് 5 മാർക്കാണ്. അപ്പോൾ ഷോ ദാറ്റ് പോയിൻറ്റ്സ് A11 B51 C55 D15 ആർ ദ വെർട്ടീസസ് ഓഫ് എ സ്ക്വയർ. അപ്പോൾ തന്നിരിക്കുന്ന ഈ 4 പോയിൻറ്റ്സ് എന്താണ്, ഒരു സ്ക്വയറിൻ്റെ വെർട്ടീസസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, 4 സൈഡ്സും കണ്ടുപിടിക്കുക. 4 സൈഡ്സ് ഓഫ് ദ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ. പിന്നെ എന്തും കൂടി കണ്ടുപിടിക്കണം, 2 ഡയഗണൽസും കണ്ടുപിടിച്ചിട്ട് ആ 2 ഡയഗണൽസും എന്ത് തന്നെയാണ്, ഈക്വൽ ആണെന്ന് കാണിക്കണം. ഇതാണ് ABCD എന്ന സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റായിട്ട് ഇതാണ് എ, ഇവിടെയാണ് ബി എന്നൊക്കെ മനസ്സിലാവണം. നമുക്ക് ഈ കോർഡിനേറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. എയുടെ കോർഡിനേറ്റിൽ 1 1, ബിയുടെ കോർഡിനേറ്റിൽ 5 1. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ്സ് സെയിം ആണ്, വിച്ച് മീൻസ് AB ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ അല്ലേ. അപ്പോൾ ഇതെന്തായി, ഹൊറിസോണ്ടൽ ലൈനായി. ഇനി BC നോക്കിക്കഴിഞ്ഞാൽ x കോർഡിനേറ്റ്സ് ആർ സെയിം, y കോർഡിനേറ്റ്സിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ BC ഈസ് എ വെർട്ടിക്കൽ ലൈൻ. അതുപോലെ തന്നെ ADയിലും എന്താണ്, x കോർഡിനേറ്റ്സ് സെയിം ആണ്, y കോർഡിനേറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അതായത് AD ഈസ് ഓൾസോ എന്താണ്, ഒരു വെർട്ടിക്കൽ ലൈനാണ്. ഇനി CD നോക്കിക്കഴിഞ്ഞാൽ y കോർഡിനേറ്റ്സ് ഇവിടെയും 5 ഇവിടെയും 5, വിച്ച് മീൻസ് ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കണം. കോർഡിനേറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റൊക്കെ നന്നായി മനസ്സിലായി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വരും, ഈ 2 ലൈൻ ഇങ്ങനെ വരും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ABയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. AB ഈക്വൽ ടു, ഇതെന്താ, x1 y1, ഇത് x2 y2 എടുത്തിട്ടുണ്ടെങ്കിൽ AB ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് x2 മൈനസ് x1 ദാറ്റ് ഈസ് 5 മൈനസ് 1 അതെന്താ 4 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 എന്താണ് 1 മൈനസ് 1 അതെന്താ 0, അതായത് 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, y കോർഡിനേറ്റ്സ് സെയിം ആയതുകൊണ്ട് x കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഇനി വെർട്ടിക്കൽ ലൈൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ y കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഇങ്ങനെ ഡിസ്റ്റൻസ് ഫോർമുല എഴുതി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ AB ഈക്വൽ ടു എന്ത് കിട്ടി, 4 കിട്ടി. ഇനി ഇതുപോലെ BC ഈക്വൽ ടു എന്തായിരിക്കും, x കോർഡിനേറ്റ് സെയിം ആണ്, അപ്പോൾ നമുക്ക് y കോർഡിനേറ്റ്, ഇത് വെർട്ടിക്കൽ ലൈൻ ആയതുകൊണ്ട് y കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് എന്താ 5 മൈനസ് 1 ഈക്വൽ ടു എന്ത് കിട്ടി, 4 കിട്ടി. ഇനി അടുത്തത് CD എന്താ, CD ഇസ് എ ഹൊറിസോണ്ടൽ ലൈൻ വിച്ച് മീൻസ് y കോർഡിനേറ്റ്സ് ആർ സെയിം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, x കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ഏതാ 5 മൈനസ് 1 എന്താ 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് AD. നമ്മൾ ലെങ്ത്ത് എപ്പോഴും എങ്ങനെയാണ്, പോസിറ്റീവായിട്ടാണ് പറയുള്ളൂ അല്ലേ, ഒരെണ്ണത്തിൻ്റെ നീളം ഒരിക്കലും നെഗറ്റീവിൽ പറയില്ല. അതുകൊണ്ട് ഇവിടെ 5 മൈനസ് 1 1 മൈനസ് 5 എടുത്താലും നമ്മളെപ്പോഴും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ മാത്രമേ പറയുള്ളൂ, അതായത് സൈൻ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ CDയും 4 കിട്ടി. ഇനി AD എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. DA ഈക്വൽ ടു ഓർ AD ഈക്വൽ ടു എന്താ 5 മൈനസ് 1 തന്നെ 4. അപ്പോൾ ഈ 4 സൈഡ്സ് ആർ ഈക്വൽ. എന്ത് കിട്ടി, AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു DA ഈക്വൽ ടു എന്ത് 4 സെൻറ്റിമീറ്റർ ഓർ 4 യൂണിറ്റ്സ്. സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ 4 യൂണിറ്റ്സ്. അപ്പോൾ അതായത് എന്താ, ദാറ്റ് ഈസ് ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെ 4 സൈഡ്സും ഈക്വൽ ആണ് കിട്ടി. ഇനി അടുത്തത് സ്ക്വയറിൻ്റെ ഏത് 2 സൈഡാണ് നോക്കേണ്ടത്, നമുക്ക് ഡയഗണൽസ് സൈഡല്ല, സ്ക്വയറിൻ്റെ ഡയഗണൽസിൻ്റെ ലെങ്ത്തും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ABCD ഇതിലെ ACയുടെ ലെങ്ത്തും BDയുടെ ലെങ്ത്തുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ C എന്താ 5 5, A എന്താ 1 1. അപ്പോൾ AC ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് x1 y1 ഇത് x2 y2 ആണെങ്കിൽ x2 മൈനസ് x1 ദാറ്റ് ഈസ് 5 മൈനസ് 1 4 സ്ക്വയർ, y2 മൈനസ് y1 ദാറ്റ് ഈസ് ഓൾസോ 5 മൈനസ് 1 4 സ്ക്വയർ ഈക്വൽസ് എന്താ റൂട്ട് 32. റൂട്ട് 16 പ്ലസ് 16 എന്താ റൂട്ട് 32 ഈക്വൽസ് എന്താ 4 റൂട്ട് 2. നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലത്തിൽ ഈ സെയിം റൂട്ട് 32 വന്നിരുന്നു. അപ്പോൾ ACയുടെ ലെങ്ത്ത് 4 റൂട്ട് 2. ഇനി BDയുടെ ലെങ്ത്ത് നമുക്ക് എന്തെന്നെ കിട്ടണം, 4 റൂട്ട് 2 തന്നെ കിട്ടണം. Bയുടെ കോർഡിനേറ്റ് 5 1ഉം Dയുടെ കോർഡിനേറ്റ് 1 5ഉം ആണ്.
ബി ഡി ഈക്വൽസ് ഇത് x1 y1 ഇത് x2 y2 എടുത്താൽ x2 മൈനസ് x1 എന്താ 1 മൈനസ് 5 മൈനസ് 4 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദാറ്റ് ഈസ് 5 മൈനസ് 1 4 സ്ക്വയർ ഈക്വൽസ് എന്താ റൂട്ട് 16 പ്ലസ് 16 റൂട്ട് 32 വിച്ച് ഈസ് ഈക്വൽ ടു 4 റൂട്ട് 2. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഡയഗണൽസ് എ സി ആൻഡ് ബി ഡി ആർ ഓൾസോ ഈക്വൽ ഇൻ ലെങ്ത്ത് അല്ലേ? രണ്ട് ഡയഗണൽസിൻ്റെയും ലെങ്ത്ത് ഈക്വൽ ആണ്, 4 സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് എ ബി സി ഡി ഇസ് എന്താ സ്ക്വയർ. നമ്മളിനി എന്താ എഴുതേണ്ട? എ സി ഈക്വൽ ടു ബി ഡി ഈക്വൽ ടു 4 റൂട്ട് 2. ദാറ്റ് ഈസ് ദ ഡയഗണൽസ് ആർ ഈക്വൽ വിച്ച് മീൻസ് എ ബി സി ഡി ആർ ദ വെർട്ടിസസ് ഓഫ് എ സ്ക്വയർ. നെക്സ്റ്റ് സെക്ഷൻ ഇ ആണ്. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്, 4 മാർക്ക് വെച്ചിട്ട്. ആദ്യത്തെ കേസ് സ്റ്റഡി നോക്കാം. എ വില്ലേജ് ഈസ് പ്ലാനിങ് ടു ഡിഗ് എ ന്യൂ വെൽ അറ്റ് എ സെൻട്രൽ ലൊക്കേഷൻ സോ ദാറ്റ് ഓൾ surrounding houses are equidistant from it. The houses are located at points A 23, B 63 and C 47 on a coordinate grid representing the village map. The village council wants to check whether these 3 houses lie in a straight line so that the well can be placed equidistantly. If they are not collinear, the council wants to find the midpoint of the line segment joining the 2 farthest houses to locate the well. Case study questions. Answer the following questions. Check whether the points A, B, C are collinear. Identify the 2 farthest houses. Find the midpoint of the line joining the 2 farthest houses, or calculate the distance between the 2 farthest houses and give coordinates of the well. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു വില്ലേജ്, ആ വില്ലേജിൽ ഒരു കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ആ കിണർ ആവശ്യമുള്ള ആൾക്കാർ ഈ 3 വീട്ടുകാരാണ്. ഈ 3 വീടുകൾ ഇരിക്കുന്ന ലൊക്കേഷനാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ വീട് 23 A23, അതായത് ആ പോയിൻറ്റിന് കൊടുത്തിരിക്കുന്ന പേരാണ് A23. അടുത്ത ലൊക്കേഷൻ B63, അടുത്തത് C47. ഇങ്ങനെ 3 വീടുകൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിണറാണ് കുഴിക്കണത്. അപ്പോൾ ഈ കിണർ എന്ന് പറയുന്നത് 3 വീട്ടുകാർക്കും ഒരുപോലെ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം കുഴിക്കാൻ അല്ലേ? അപ്പോൾ ഒരാളുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെ, അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ തൊട്ടടുത്ത്, ബാക്കി 2 പേർക്കും ഭയങ്കര ദൂരം വരണം കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ ഉണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ 3 പേർക്കും എന്താണ് ഈക്വലി ആക്സസിബിൾ ആയിരിക്കണം ഈ കുഴിക്കുന്ന ഈ വെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ വെല്ലിൻ്റെ സ്പോട്ട് എവിടെയാണ്, ഇതിൻ്റെ ഈ ലൊക്കേഷൻ എവിടെയായിട്ട് വേണം വെല്ല് കുഴിക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയും ബിയും സിയും കൊലീനിയർ ആണോ എന്ന് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യണം. കൊലീനിയർ ആണെങ്കിൽ ഇത് കറക്റ്റ് ഈ 3 പേർക്കും എന്താ ഈക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിൽ വേണം കുഴിക്കാനായിട്ട്. ഇനി കൊലീനിയർ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും അകലെയുള്ള 2 വീടുകൾ, അകലെയുള്ള ഫാർദസ്റ്റ് ആയിട്ടുള്ള 2 ഹൗസസിൻ്റെ മിഡ് പോയിന്റിൽ വേണം കുഴിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ പോയിന്റ് കാണുമ്പോൾ തന്നെ ഈ 2 പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ്സ് എന്താണ്? സെയിം ആണ്. വിച്ച് മീൻസ് ഇതെങ്ങനത്തെ ലൈനായിരിക്കും? ഹൊറിസോണ്ടലി ഇരിക്കുന്ന ഇതായിരിക്കും. അതായത് എ എന്ന വീടും ബി എന്ന വീടും എങ്ങനെയാണ്? ഒരേ ഇതിൽ, അതായത് ഹൊറിസോണ്ടലായിട്ട് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എ വന്ന ഇത് ബി, അതായത് ഇത് 2 3 ആണെങ്കിൽ ഇത് 6 3. ഇനി അടുത്തത് എന്താണ്? 4 7. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഒന്നല്ല, വേറൊരു പോയിൻ്റാണ് എന്ത്? ഈ സി എന്ന പോയിൻ്റ് 4 7. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇത് 3 എന്തല്ല? കൊലീനിയർ അല്ല. പക്ഷേ ഇങ്ങനെ ചെയ്താൽ പോരാ, നമുക്കിത് ചെയ്ത് കാണിക്കണം. എക്സാമിന് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല, നമുക്കിത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് എ ബിയുടെ ലെങ്ത്ത്, ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് x2 മൈനസ് x1 എന്താ? 6 മൈനസ് 2 ദാറ്റ് ഈസ് 4 സ്ക്വയർ. 3 മൈനസ് 3 എന്താ? 0. അപ്പോൾ
ഹൊറിസോണ്ടലാന്ന് നമുക്കറിയാം, അതുകൊണ്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് മാത്രം കണ്ടാൽ മതി. അതായത് എത്രയാ 4. ഇനി ബി സി എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഇത് x1 y1 ഇത് x2 y2 ആണെങ്കിൽ എന്തായിരിക്കും? x2 മൈനസ് x1 4 മൈനസ് 6 മൈനസ് 2 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 7 മൈനസ് 3 ദാറ്റ് ഈസ് 4 സ്ക്വയർ ഈക്വൽസ് 2 സ്ക്വയർ ഈസ് 4 ആൻഡ് 4 സ്ക്വയർ ഈസ് 16 വിച്ച് മീൻസ് റൂട്ട് 20. റൂട്ട് 20 എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് ഓഫ് 5 ഇൻറ്റു 4. അപ്പോൾ റൂട്ട് ഓഫ് 4 നമുക്കറിയാം എത്രയാണ്? 2 റൂട്ട് 5 2 റൂട്ട് 5 ആണ് ബി സിയുടെ ഡിസ്റ്റൻസ്. ഇനി എ ബിയും ബി സിയും കിട്ടി. ഇനി അടുത്ത ഡിസ്റ്റൻസ് ഏതാണെന്ന് നോക്കണ്ടേ? എ സി. എ സി ഈക്വൽ ടു അടുത്തത് എ സി ഇത് എ x1 y1 സിയുടെ x2 y2 കോർഡിനേറ്റ് ആണെങ്കിൽ x2 മൈനസ് x1 4 മൈനസ് 2 ദാറ്റ് ഈസ് 2 സ്ക്വയർ. ഇനി y2 മൈനസ് y1 7 മൈനസ് 3 ദാറ്റ് ഈസ് 4 സ്ക്വയർ ഈക്വൽസ് 2 സ്ക്വയർ 4 പ്ലസ് 4 സ്ക്വയർ 16 ഈക്വൽ ടു എന്താ? റൂട്ട് 20 തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 5. അപ്പോൾ ബി സിയും എ സിയും എന്താണ്? ഈക്വലാണ് അല്ലേ? ബി സിയുടെ ലെങ്ത്തും എ സിയുടെ ലെങ്ത്തും ഈക്വലാണ്. നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ് എത്രയൊക്കെയാണ്? എ ബി എന്ന ഇതിൻ്റെ ഡിസ്റ്റൻസ് 4, എ സി 2 റൂട്ട് 5, ബി സി 2 റൂട്ട് 5. അപ്പോൾ ഇതിലേറ്റവും വലുത് ഏതാണ്? എ ബി. അപ്പോൾ കൊലീനിയർ ആണെങ്കിൽ എന്ത് വേണം? എ സി പ്ലസ് ബി സി ഈക്വൽ ടു എന്ത് കിട്ടണം? എ ബി കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ സി എത്രയാ? 2 റൂട്ട് 5 പ്ലസ് ബി സി എത്രയാ? 2 റൂട്ട് 5. അപ്പോൾ ഈ വലിയ ഡിസ്റ്റൻസ് ഏതാ? വലിയ ലെങ്ത്ത് 4 ഈക്വൽ ടു 4 കിട്ടോ? ഇല്ല. 2 റൂട്ട് 5 പ്ലസ് 2 റൂട്ട് 5 എന്ന് വെച്ചാൽ എന്താ? 2 ഇൻറ്റു 2 റൂട്ട് 5 ദാറ്റ് ഈസ് 4 റൂട്ട് 5 നോട്ട് ഈക്വൽ ടു 4 വിച്ച് മീൻസ് എ ബി ആൻഡ് സി ആർ നോട്ട് കൊലീനിയർ. കൊലീനിയർ അല്ല അല്ലേ? കൊലീനിയർ ആണെങ്കിൽ എന്താണ്? രണ്ട് ചെറിയ സൈഡുകളുടെ സം എന്ന് പറയണത് എന്തായിട്ട് കിട്ടണം? വലിയ സൈഡായിട്ട് കിട്ടണം. നമ്മൾ നേരത്തെ ചെയ്തുല്ലോ, എ ബി സി ആണെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് ബി എന്ന് വയ്ക്കുക. എ ടു ബി വരെയുള്ള ലെങ്ത്തും ബി ടു സി വരെയുള്ള ലെങ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എ ടു സി വരെയുള്ള ലെങ്ത്ത് കിട്ടണം. എന്നാലേ ഇതിനെ എന്തെന്ന് പറയുള്ളൂ? കൊലീനിയർ എന്ന് പറയുള്ളൂ. ഇവിടെ എ ബി ആണ് ഏറ്റവും നീളമുള്ള ലെങ്ത്ത്. അപ്പോൾ സി ഇവിടെ എവിടെയാണെന്നെങ്കിലും വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താ കിട്ടേണ്ടത്? എ സി പ്ലസ് ബി സി ഈക്വൽ ടു എന്ത് കിട്ടണം? എ ബി എന്ന് കിട്ടണം. അത് ഇവിടെ കിട്ടിയിട്ടില്ല. അതായത് ഇത് കൊലീനിയർ അല്ല. ഇനി കൊലീനിയർ അല്ലെങ്കിൽ നമ്മൾ കിണർ എവിടെ കുഴിക്കും? ഫാർദസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഹൗസസ് ഏതൊക്കെയാണ്? ഇങ്ങനെയാണ് ഹൗസ് ഇരിക്കണത് അല്ലേ? കാരണം നേരത്തെ പറഞ്ഞു എ എന്ന് പറയണത് എന്തായിരുന്നു? 2 3 ആണ്. ഇത് 6 3 ആണ്. വിച്ച് മീൻസ് എ ബി ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ. അതായത് വൈ കോർഡിനേറ്റ്സ് സെയിം ആണ്, ഓൺലി എക്സ് കോർഡിനേറ്റ്സ് ആർ ചേഞ്ചിങ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്ന കാരണം ഇത് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഇനി സി എന്ന് പറയുന്നത് എന്താ? 4 7. ഇനി നമുക്കറിയാം എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് 2 റൂട്ട് 5. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? 2 റൂട്ട് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അകലെ ഇരിക്കുന്ന ഇതെന്തായിരിക്കും? അകലെയുള്ള രണ്ട് ഹൗസസ് ഏതാ? എയും ബിയും അല്ലേ? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? 4 ആണ് അല്ലേ? അപ്പോൾ എ ബി ആണോ എ സി ആണോ ബി സി ആണോ ഏറ്റവും ദൂരം? എ ബി. അതായത് ഫ്രം എ ടു ബി ആണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ എന്താണ്? ദ 2 ഫാർദസ്റ്റ് ഹൗസസ് ഏതാണ്? എ ആൻഡ് ബി ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് ഇവിടെ വേണം കിണർ കുഴിക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെയാണ് നമുക്ക് കിണർ കുഴിക്കേണ്ടത്. സിൻസ് എ ബി ആൻഡ് സി ആർ നോട്ട് കൊളീനിയർ വി ഹാവ് ടു ഫൈൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ 2 ഫാർദസ്റ്റ് ഹൗസസ്. അപ്പോൾ ഈ അകലെയുള്ള ഹൗസസിൻ്റെ മിഡ് പോയിൻ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ വേണം നമുക്ക് ഇവിടെ കിണർ കുഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്തായിരിക്കും? മിഡ് പോയിൻ്റ് 6 + 2/2 അല്ല x1 പ്ലസ് ഇത് x1
y1 ഇത് x2 y2 ആണെങ്കിൽ x1 പ്ലസ് x2 ബൈ 2 6 പ്ലസ് 2 ബൈ 2 കോമ ഇതെന്താ y1 പ്ലസ് y2 ബൈ 2 ദാറ്റ് ഈസ് 3 പ്ലസ് 3 ബൈ 2 അതായത് 6 പ്ലസ് 2 എന്താ 8 ബൈ 2 ദാറ്റ് ഈസ് 4 6 ബൈ 2 ദാറ്റ് ഈസ് 3. അപ്പോൾ 4 3 ആണ് ഇതിൻ്റെ എന്തായിട്ട് വരുന്നത് മിഡ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കിണർ കുഴിക്കണ ലൊക്കേഷൻ എന്താണെന്ന് മനസ്സിലായി 4 3. അപ്പോൾ ഇത് 2 3, ഇത് 4 3, ഇത് 6 3. സ്റ്റഡിയിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ, തേർഡ് ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഇപ്പോൾ കണ്ടു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചെക്ക് വെദർ ദ പോയിൻറ്റ്സ് എ ബി സി ആർ കൊളീനിയർ അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി. ഐഡൻറ്റിഫൈ ദ 2 ഫാർദസ്റ്റ് ഹൗസസ്. ഏറ്റവും അകലത്തിലിരിക്കുന്ന 2 ഹൗസസ് ഏതാ? എ ആൻഡ് ബി ആയിരുന്നു. ഇനി അടുത്തത് ഫൈൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ 2 ഫാർദസ്റ്റ് ഹൗസസ്. ലൈൻ ജോയിനിങ് ദ 2 ഫാർദസ്റ്റ് ഹൗസസ് ഏതാ? എ ബി. എ ബി എന്ന ലൈനാണ് എനെയും ബിനെയും ജോയിൻ ചെയ്യണത്. ഇനി അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു എന്താ? 4 3. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഫാർദസ്റ്റ് ഹൗസസ് ആൻഡ് ഗീവ് കോർഡിനേറ്റ്സ് ഓഫ് ദ വെൽ. ഇനി വെല്ലിൻ്റെ കോർഡിനേറ്റ് എന്താണ്? മിഡ് പോയിൻ്റ് ആണ്, അതാണ് 4 3. കോർഡിനേറ്റ് ഓഫ് ദ വെൽ ഈസ് 4 3. കേസ് സ്റ്റഡി 2 റൈറ്റ് ആംഗിൾഡ് പ്ലേ ഗ്രൗണ്ട്. A school is designing a rectangular playground. The corners of the playground are marked at P12, Q17 and R62 on the school's coordinate map. The principal wants to ensure that the playground is right angled so that sports can be played efficiently. He asks the maths teacher to verify whether triangle PQR forms a right angled triangle and to calculate the midpoint of the hypotenuse to mark the center of the playground for placing a water fountain. Verify whether triangle PQR is right angled. 2 marks. Determine which side is the hypotenuse. Find the midpoint of the hypotenuse or give coordinates of the playground center. ഞാൻ ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. പി എന്താ? 1 2, Q17 ആൻഡ് R62. ഇതാണ് ആ ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾഡ് അറ്റ് പി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എന്തായിരിക്കും? എപ്പോഴും റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡായിരിക്കും എന്തുമായിട്ട് വരാം? ഹൈപ്പോട്ന്യൂസ് ആയിട്ട് വരാം. ഇനി ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്നുള്ളത് എങ്ങനെ എൻഷുർ ചെയ്യും? പി ക്യൂവിൻ്റെ ലെങ്ത്തും പി ആറിൻ്റെ ലെങ്ത്തും അതേപോലെ ക്യു ആറിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കുക. എന്നിട്ട് പൈതഗോറസ് തിയറം നോക്കുക. പി ക്യു സ്ക്വയർ പ്ലസ് പി ആർ സ്ക്വയർ ഈക്വൽ ടു ക്യു ആർ സ്ക്വയർ വിച്ച് ഈസ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ നമുക്കത് ഈ ട്രയാങ്കിൾ പി ക്യു ആർ റൈറ്റ് ആംഗിൾ ആണോ എന്ന് അറിയാം. ഇനി അടുത്തത് വിച്ച് സൈഡ് ഈസ് ഹൈപ്പോട്ന്യൂസ്. അത് നമുക്കറിയാം. റൈറ്റ് ആംഗിളുടെ എവിടെയാണ്? അവിടെ ആയിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈപ്പോട്ന്യൂസ് ആയിട്ട് വരുന്നത്. ഇനി ഫൈൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഹൈപ്പോട്ന്യൂസ്. മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ 2 എൻഡ് പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് എന്താണ് തന്നിട്ട്? ഇതാണ് പ്ലേ ഗ്രൗണ്ടിൻ്റെ ഒരു പകുതി ഭാഗം. കാരണം പ്ലേ ഗ്രൗണ്ട് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗമായിട്ടുള്ളൂ. പക്ഷേ പ്രിൻസിപ്പളിന് അപ്പോഴേക്കും ഉറപ്പിക്കണം കറക്റ്റ് 90 ഡിഗ്രി തന്നെയാണ് ഇവിടെ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇത് കറക്റ്റ് റൈറ്റ് ആംഗിൾഡ് ആണോ ഈ പി ക്യു ആർ എന്ന ഈ ട്രയാങ്കിൾ? ഈസ് പി ക്യു ആർ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പി ആറിൻ്റെയും പി ക്യൂവിൻ്റെയും ക്യു ആറിൻ്റെയും എന്ത് കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. പി ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ y കോർഡിനേറ്റ് 2, ഇവിടെയും y കോർഡിനേറ്റ് 2. അപ്പോൾ പി ആർ ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ആർ എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് 6 - 1 ഈക്വൽ ടു എന്താ? 5. അപ്പോൾ ഇതെത്രയാണ്? 5 യൂണിറ്റ്. ഇനി അടുത്തത് പി ക്യൂ. ഇതെന്താണ്? ഇവിടുത്തെ ഇത് നോക്കിയാൽ ഇവിടെ 1 ആണ് എക്സ് കോർഡിനേറ്റ്, ഇവിടെയും 1 ആണ് അല്ലേ? പിയുടെയും ക്യൂവിൻ്റെയും എക്സ് കോർഡിനേറ്റ്സ് ആർ സെയിം. വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ പി ക്യൂവിൻ്റെ ലെങ്ത്ത് കിട്ടും. ബിക്കോസ് പി ക്യൂ ഇസ് എ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ പി ക്യൂവിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? 7 - 2. 7 - 2 എന്താണ്? 5. അപ്പോൾ പി ക്യൂവും പി ആറും എന്ത് തന്നെയാണ്? 5 സെൻറ്റിമീറ്റർ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ
ഇറ്റ് ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ അല്ലേ. ഇതൊരു ഐസോസ്ലെസ്, രണ്ട് സൈഡും എന്ത് തന്നെയാണ്, ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ക്യു ആർ എത്രയാണ്? ക്യു ആറിന് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ ക്യു ആർ ഈക്വൽസ് റൂട്ട് ഓഫ്, ഇത് x1y1 ഇത് x2 y2 എടുത്താൽ ക്യു ആർ എന്താണ്, x2 മൈനസ് x1 എടുത്താൽ 6 മൈനസ് 1 ദാറ്റ് ഈസ് 5 സ്ക്വയർ. ഇനി y2 മൈനസ് y1 2 മൈനസ് 7 ദാറ്റ് ഈസ് മൈനസ് 5 സ്ക്വയർ ഈക്വൽസ് എന്താ 25 പ്ലസ് 25 ദാറ്റ് ഈസ് റൂട്ട് 50. റൂട്ട് 50 എന്ന് വെച്ചാൽ എന്താണ്, 25 ഇൻറ്റു 2 അല്ലേ, 25 ഇൻറ്റു 2. 25ൻ്റെ റൂട്ട് നമുക്കറിയാം 5, ബാക്കി ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് 2. അപ്പോൾ 5 റൂട്ട് 2 ആണ് ക്യൂവിൻ്റെ ലെങ്ത്ത്. ക്യൂ എന്താണ് 5 റൂട്ട് 2. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം, ക്യൂ ആറിൻ്റെ മിഡ് പോയിൻ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ, ഇത് റൈറ്റ് ആംഗിൾ ആണോ എന്നുള്ളത് എന്താ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പി ആറിൻ്റെയും പി ക്യൂവിൻ്റെയും പിന്നെ ക്യു ആറിൻ്റെയും ഇത് വെച്ചിട്ട് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം എന്തായിരിക്കും, പി ആർ സ്ക്വയർ പ്ലസ് പി ക്യൂ സ്ക്വയർ ഈക്വൽസ് ഹൈപ്പോട്ടന്യൂസ് എന്താ, ക്യു ആർ സ്ക്വയർ. പി ആർ എത്രയാണ് 5, അപ്പോൾ 5 സ്ക്വയർ പ്ലസ് പി ക്യൂ അതും 5 തന്നെ, 5 സ്ക്വയർ ഈക്വൽസ് എന്താ ക്യു ആർ സ്ക്വയർ. ക്യു ആർ എന്താ 5 റൂട്ട് 2 സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്താ 25 പ്ലസ് 25 50. ഇനി 5 റൂട്ട് 2 സ്ക്വയർ 50 കിട്ടണ്ടോ എന്ന് നോക്കാം. 5 സ്ക്വയർ എന്താ 25, റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്താ 2 അല്ലേ, അതായത് 25 ഇൻറ്റു 2 ദാറ്റ് ഈസ് 50. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. സോ എന്താ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ദ ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ബിക്കോസ് ഇറ്റ് ഒബേസ് ദ പൈതഗോറസ് തിയറം അല്ലേ. അപ്പോൾ ഇത് എന്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി വെരിഫൈ ചെയ്തു, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇനി അടുത്തത് വിച്ച് ഈസ് ദ സൈഡ് ഹൈപ്പോട്ടന്യൂസ്, വിച്ച് സൈഡ് ഈസ് ഹൈപ്പോട്ടന്യൂസ് എന്താണ്, എവിടെയാണ് ഇവിടെ റൈറ്റ് ആംഗിൾ വരുന്നത്, ഇവിടെയാണ് റൈറ്റ് ആംഗിളിന് എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റും, കാരണം പി ആർ ഈസ് എ എന്താ വെർട്ടിക്കൽ ലൈൻ അല്ലേ, പി ആർ ഒരു പി ആർ ഈസ് എ ഹോറിസോണ്ടൽ ലൈനാണ്. പി ആർ എന്ന് പറയുന്നത് എന്താ ഒരു ഹോറിസോണ്ടൽ ലൈൻ. എങ്ങനെ മനസ്സിലായി, y coordinates are same. And PQ is a vertical line. Vertical line എങ്ങനെയാ, സെയിം x coordinate. സെയിം x coordinates for P and Q. അപ്പോൾ ഇതെന്ത് പറയാം, PQ and PR is perpendicular to each other. Therefore angle P equal to ആണ് എന്ത് 90 degree. ഇനി hypotenuse is the side which is opposite to the right angle. Right angle ന് opposite ഉള്ള side. So the hypotenuse is ഏതാ QR. എന്തുകൊണ്ടാ റീസൺ, ഓപ്പോസിറ്റ് സൈഡ് ടു ആംഗിൾ പി വിച്ച് ഈസ് 90 ഡിഗ്രി ആംഗിൾ. മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസും കിട്ടി. ഇനി മിഡ് പോയിൻ്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. മിഡ് പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ക്യൂവിൻ്റെയും ആറിൻ്റെയും എക്സും വൈയും കോർഡിനേറ്റ്സ് നമുക്കറിയാം അല്ല. ക്യൂ എന്ന് പറയുന്നത് എന്താ 1 7, ആർ എന്ന് പറയുന്നത് എന്താ 6 2. അപ്പോൾ x1 പ്ലസ് x2 എന്താ 1 പ്ലസ് 6/2. y1 പ്ലസ് y2 ദാറ്റ് ഈസ് 7 പ്ലസ് 2/2 ദാറ്റ് ഈസ് 7/2 ആൻഡ് 9/2. 7/2 എന്ന് പറഞ്ഞാൽ എന്താ 3.5, 9/2 എന്ന് പറഞ്ഞാൽ
4.5. അപ്പോൾ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടി? 3.5, 4. എക്സ് കോർഡിനേറ്റ് 3.5 ആൻഡ് വൈ കോർഡിനേറ്റ് 4.5 കിട്ടി. ഇപ്പോൾ ഇത് തന്നെയാണ് എന്ത് പ്ലേ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററായിട്ട് വരാം അല്ലേ. ഒരു റെക്റ്റാങ്കുലർ പ്ലേ ഗ്രൗണ്ട് ആണെങ്കിൽ ഈ റെക്റ്റാങ്കുലർ പ്ലേ ഗ്രൗണ്ടിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ദ പ്ലേ ഗ്രൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗമായിരിക്കും എന്ത്? ഈ ഒരു ഗ്രൗണ്ട്, ഈ റെക്റ്റാങ്കുലർ ഗ്രൗണ്ടിൻ്റെ മിഡ് പോയിൻ്റ്. അതായത് ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡയഗണലിൻ്റെ എന്താ മിഡ് പോയിൻ്റ് ആയിട്ട് വരും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത് 3.5 ആൻഡ് 4.5. അപ്പോൾ പ്ലേ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 3.5, 4.5, അല്ലെങ്കിൽ നമുക്ക് 7/2, 9/2 എന്ന് എഴുതാം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പ്രാക്ടീസ് പേപ്പറിൻ്റെ ഈ സെറ്റ് തീർന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായോ? അതുപോലെ തന്നെ ഈ കോർഡിനേറ്റ് ജോമെട്രി യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന ഈ ചാപ്റ്റർ എളുപ്പമാണോ? അതുപോലെ ഇനി അടുത്ത സെറ്റ് ഓഫ് പേപ്പർ ആൻസർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ റെസ്പോൺസ് പോലെയായിരിക്കും ഞാനിനി അടുത്ത പേപ്പർ സെറ്റ് ആൻസറിങ് വീഡിയോ ഇടണമെന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ന്യൂ ചാനലാണ്. ടീച്ചർക്ക് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനത്തെ പ്രാക്ടീസ് പേപ്പേഴ്സ് എടുത്ത് നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെയാണ് എക്സാമിന് നമുക്ക് കറക്റ്റായിട്ട് ടൈമിങ്ങും കറക്റ്റ് ആവുള്ളൂ. എറേഴ്സൊക്കെ കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.